പ്രൈസ് ലോർഡ്. ഒരു വചനം ഞാൻ വായിക്കട്ടെ. എബ്രായ ലേഖനം 13-ന്റെ 3 വാക്യമാണിത്. നമ്മുടെ എന്താ പറയുക, ദൈവത്തിന് അറിയാണ്ട് നടക്കുന്നുണ്ട്. നമ്മളാണ് ദൈവം എന്ന് വിചാരിച്ച് ദൈവത്തിനെ പോലെ നമ്മൾ വാഴും. ദൈവത്തിനെ മറന്നിട്ട് നമ്മളെല്ലാ കളി കളിക്കുമല്ലേ. പക്ഷേ അതെന്നെല്ലാം ദൈവം വിടിവിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ. നമ്മളെന്തായിരുന്നു, നമ്മളെന്താകുമെന്നും ഒക്കെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളത്. അതെന്നെല്ലാം ദൈവം നമ്മളെ വചനത്തിലൂടെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പീഠത്തിൽ നാമത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സത്യങ്ങൾ അറിഞ്ഞ് രുചിച്ച് നമുക്ക് പറയാൻ കൊടുക്കാൻ കഴിയുന്നത്. അത് വേറൊരു വാക്കല്ല, അത് സത്യത്തിൻ്റെ വാക്കാണ്. ദൈവം തന്നത് പറയാനുള്ള വാക്ക് സത്യമായിരിക്കണം. അല്ലാതെ നമ്മളും അതിൻ്റെ ഇരട്ടി ദൈവനാമത്തിൽ നമ്മൾ പിഴ കൊടുക്കേണ്ടി വരും. ദൈവം നമ്മൾ അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. നീ അത് ചെയ്തിട്ടല്ലേ എനിക്കത് തന്നെന്നറിയും. പക്ഷേ ദൈവം പരീക്ഷിക്കപ്പെടുന്നില്ല. നമ്മളെ ശാസിച്ചും ശിക്ഷിച്ചും പഠിപ്പിച്ച് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിൻ്റെ വഴി കാണിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്നു. അതിലൊരു വാക്യമാണ് ഇങ്ങനെ വരുന്നത്: നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമല്ലതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുന്നു നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമം കേട്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നേടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ദുർനടപ്പിലേക്കോ അല്ലെങ്കിൽ മോശമായ കാര്യത്തിലേക്കോ അല്ലെങ്കിൽ മോശമായ ചിന്തകളിലേക്കോ മോശമായ പ്രവൃത്തിയിലേക്കോ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് നശിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ കാര്യമാണ് ദൈവം ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കഷ്ടം അനുഭവിച്ച് നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ അതാണ് നമ്മൾ പൈശാചികൻ്റെ കഷ്ടം. നമ്മൾ മനസ്സ് ഇടിഞ്ഞ് വെടിഞ്ഞ് നമ്മൾ മരിക്കേണ്ട അവസ്ഥ അവിടെ വരുന്നുണ്ട് ഒരു പൈശാചികം. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നും നമ്മൾക്ക് നടത്തുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ പുതുജീവൻ തന്ന് പുതിയൊരു സന്തോഷത്തോടെ പുതിയൊരു ശിശുവിനെ പോലെ നടന്ന് നമ്മൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി ദൈവം നടത്തിത്തരികയാണ്. അപ്പോൾ സകലവും നല്ലത് ആണ് നമ്മളെ ദൈവം കാണിച്ചത്. ആ നാമത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കാനും സന്തോഷത്തോടെ കൊണ്ടുപോകാനും ചെയ്യാൻ ഒരു വെടിച്ചിലുണ്ടാവരുത്. ആരോടും ഒരു മുഷിപ്പുണ്ടാവരുത്. ഈ ഒരു മനസ്സാണ് ദൈവം ഇവിടെ ഒരുക്കുന്നത്. അതുപോലെ എല്ലാവർക്കും ആ മനസ്സുണ്ടാവട്ടെ എന്നും അങ്ങനെ ഒരു തലമുറയ്ക്ക് നമ്മൾ മാതൃക ആവട്ടെ എന്നും ഈ നിമിഷം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ. ആമേൻ.